ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മത്സ്യപ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ചത് വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ആരാണ്? വിഷ്ണു ഭട്ട് ഗോഡ്സെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച വ്യക്തി മലയാറ്റൂർ രാമകൃഷ്ണനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചത്. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാടുകടത്തിയ വ്യക്തി നാനാ സാഹിബാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം 6:1 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി പ്രീതിലത വഡേദാറാണ്. ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിലെ ആദ്യത്തെ മുസ്ലിം രക്തസാക്ഷി അഷ്റഫ് ഉല്ല ഖാനാണ്. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്ന കൃതി 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നതാണ്. വി.ഡി. സവർക്കറിൻ്റെ ബുക്കാണിത് കേട്ടോ. 1857 വിപ്ലവത്തിൻ്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത്. 2007 150-ാം വാർഷികം ആഘോഷിച്ചത് കേട്ടോ. 1857 വിപ്ലവത്തിൻ്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ അറിയപ്പെടുന്നത് അജിത്ത് ഗഡ്, അതവിടെ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തി ബഹദൂർ ഷാ സഫറാണ്. ആരാണ്? ബഹദൂർ ഷാ സഫറിനെയായിരുന്നു. ബ്രിട്ടീഷുകാരാൽ നാടുകടത്തപ്പെട്ട നവാബ് വജീദ് അലി ഷയുടെ മകനായ ബിർജീസ് ഖാദറിനെ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ചു. 1857 വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നും അംബാസിഡർ എന്നും അറിയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അസീമുള്ള ഖാൻ. ആരാണ്? അസീമുള്ള ഖാനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായ മംഗൾ പാണ്ഡെയെക്കുറിച്ച് പുറത്തിറക്കിയ സിനിമ ഏതാണ്? മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് ആണ്. മംഗൾ പാണ്ഡെ 1857 ദ റൈസിംഗ് എന്ന മംഗൾ പാണ്ഡെയായി വേഷമിട്ടിരുന്നത് ആരാണ് ചോദിക്കുന്നുണ്ട്? അമീർ ഖാനാണ് കേട്ടോ. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് ചോദിച്ചാൽ ദോണ്ടു പന്താണ്. എന്താണ്? ദോണ്ടു പന്താണ്. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡുരംഗ്. ആരാണ്? രാമചന്ദ്ര പാണ്ഡുരംഗ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ പേര് മണികർണിക മനുബായി എന്നാണ്. ഝാൻസി റാണി എന്നറിയപ്പെടുന്നു അല്ലെ. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ് ചോദിച്ചാൽ നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിൻ്റെ ഫലമായി നാടുകടത്തപ്പെട്ട രാജാവ് ആരാണ്? ബഹദൂർ ഷാ സഫറാണ്. വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വിക്ടോറിയ രാജ്ഞിയായിരുന്നു. വിപ്ലവകാലത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ്. ഇരുണ്ട പശ്ചാത്തലത്തിൽ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവെന്ന് പട്ടാള മേധാവി സർ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെ? ഝാൻസി റാണിയെ. 1857 വിപ്ലവത്തിൻ്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്ത്? താമരയും ചപ്പാത്തിയും. ഇതാണ് താമരയും ചപ്പാത്തിയുമാണ്.